साधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। नारायणी नमोस्तुते। हरि ओम। गजानन पद्मार्कं गजाननमहर्निशम् अनेकदं तं भक्तानाम् एकदन्तमुपास्महे। सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरी नारायणी नमोस्तुते। अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। हरि ओम्। അഭിവന്ദ്യരായ കളരി കുടുംബാംഗങ്ങൾക്കും കളരി സ്പന്ദനം അണിയറ ശില്പികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. പൗരാണിക ഹിന്ദുമത ഗ്രന്ഥങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമായ ഗ്രന്ഥമാണ് ദേവി മഹാത്മ്യം. മാർക്കണ്ഡേയ പുരാണത്തിലെ ഒരു ഭാഗമായാണ് ദേവി മഹാത്മ്യം പ്രതിപാദിക്കപ്പെട്ടിരിക്കുന്നത്. സുമേധസ്സു മഹർഷി സുരഥൻ എന്ന രാജാവിനോടും കൂട്ടുകാരനായ വൈശ്യനോടും കഥ പറയുന്ന രീതിയിലാണ് ഈ ഗ്രന്ഥം രചിക്കപ്പെട്ടിരിക്കുന്നത്. 700 മന്ത്രങ്ങൾ അടങ്ങിയതിനാൽ ഈ ഗ്രന്ഥത്തെ ദുർഗാ സപ്തശതി എന്നും പേർ പറയുന്നു. ജഗജ്ജനനിയായ മഹാദേവിയുടെ അപദാനങ്ങളെ പ്രകീർത്തിക്കുന്നതാണ് ദേവി മഹാത്മ്യം. സർവമംഗളകരമാണ് ഇതെന്ന് ദേവി തന്നെ അരുളി ചെയ്തിട്ടുമുണ്ട്. അതുതന്നെയാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മാഹാത്മ്യവും. സാമാന്യമായി ദക്ഷിണ ഭാരതത്തിൽ ന്യാസം തുടങ്ങിയ നവാംഗത്തോടുകൂടിയും ഉത്തരഭാരതത്തിൽ കവചം തുടങ്ങിയ ത്രയാംഗത്തോടുകൂടിയും ഈ ഗ്രന്ഥം പാരായണം ചെയ്തു വരുന്നു. ഈ ഗ്രന്ഥത്തിൻ്റെ സ്പർശന മാത്രയിൽ തന്നെ ഫലസിദ്ധി ലഭിച്ചതായി അനേകം കഥകളും ഐതിഹ്യങ്ങളുമുണ്ട്. അപ്പോൾ പിന്നെ ഈ ഗ്രന്ഥം നിത്യപാരായണം ചെയ്താലോ? അതിൻ്റെ ഫലസിദ്ധിയെപ്പറ്റി പിന്നെ പറയാനുണ്ടോ? അതിനാൽ ഹിന്ദുധർമ്മ വിശ്വാസികളായ എല്ലാ ഭക്തജനങ്ങളും ഈ ഗ്രന്ഥം നിത്യപാരായണം ചെയ്യേണ്ടതാണെന്ന് ആചാര്യന്മാർ അനുശാസിക്കുന്നു. നവരാത്രി മഹോത്സവത്തോടനുബന്ധിച്ച് കളരിസ്പന്ദനം ഒരുക്കുന്ന ദേവി മഹാത്മ്യ പാരായണം അതിൻ്റെ പരമ്പരയിൽ ഇന്ന് പ്രഥമ ദിവസമാണ് നവരാത്രിയുടെ. അതുകൊണ്ട് തന്നെ ഇന്ന് ദേവീ കവചം മുതൽ പാരായണം ചെയ്യാൻ ആരംഭിക്കുകയാണ്. എല്ലാവരെയും അതിനായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കളരി പരദേവതയായ കളൂരികാദേവിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഗുരുവന്ദനം ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഈ നവരാത്രി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ ഗ്രന്ഥം പാരായണം ആരംഭിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. സർവമംഗള